നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അനുഭവത്തെക്കുറിച്ചാണ്. ഭക്ഷണം. പക്ഷേ ഒരു ട്വിസ്റ്റുണ്ട്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, അതായത് AI, നമ്മുടെ ഈ ഭക്ഷണരീതികളെയും തീൻമേശകളെയും എങ്ങനെയാണ് അടിമുടി മാറ്റാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ പറയട്ടെ, പേടിക്കണ്ട. നമ്മുടെ ഭക്ഷണത്തിന്റെ ആ ഒരു തനിമയോ ആത്മാവോ ഒന്നും AI ഇല്ലാതാക്കാൻ പോകുന്നില്ല. സത്യത്തിൽ നമ്മൾ ചിന്തിക്കുക പോലും ചെയ്യാത്ത വഴികളിലൂടെ അതിനെ കൂടുതൽ മെച്ചപ്പെടുത്താനാണ് AI വരുന്നത്. ഭക്ഷണത്തിന്റെ ആ വൈകാരികവും സാംസ്കാരികവുമായ ബന്ധം നിലനിർത്തിക്കൊണ്ട് തന്നെ ടെക്നോളജി അതിനെ എങ്ങനെ മാറ്റിമറിക്കുമെന്ന് കാണാം. ശരി, അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ഈ റോബോട്ട് വന്ന് ദോശയുണ്ടാക്കുന്ന സയൻസ് ഫിക്ഷൻ സിനിമകളിലെ കാഴ്ചകൾക്കപ്പുറം നമ്മുടെ ഡൈനിങ് എക്സ്പീരിയൻസിനെയും റെസ്റ്റോറൻറ്റുകളെയും ഒക്കെ AI ശരിക്കും എങ്ങനെയാണ് മാറ്റാൻ പോകുന്നതെന്ന് നമുക്കൊന്ന് വിശദമായിട്ട് നോക്കാം. ചുരുക്കി പറഞ്ഞാൽ എന്താ സംഭവിക്കാൻ പോകുന്നതെന്നറിയാമോ? നമ്മുടെ ഭക്ഷണ രീതികൾക്ക് വലിയൊരു ഇന്റലിജന്റ് അപ്ഗ്രേഡ് കിട്ടാൻ പോവുകയാണ്. ഇതിന്റെ ഓരോ കാര്യങ്ങളും കേൾക്കുമ്പോഴും നിങ്ങൾ ശരിക്കും അതിശയിക്കും. അപ്പോൾ എവിടെ നിന്ന് തുടങ്ങണം? നമുക്ക് ഏറ്റവും പേഴ്സണലായ, ഏറ്റവും വ്യക്തിപരമായ തലത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. ഓരോ വ്യക്തിക്കും വേണ്ടി മാത്രമായിട്ട് AI എങ്ങനെയാണ് ഭക്ഷണാനുഭവങ്ങളെ മാറ്റിയെടുക്കാൻ പോകുന്നതെന്ന് നോക്കാം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ഓരോ തവണ റെസ്റ്റോറൻറ്റിൽ പോയി ചേടാ എരിവ് കുറയ്ക്കണേ, ഉപ്പ് പാകത്തിന് മതിയെന്നൊന്നും പറയേണ്ടാത്തൊരവസ്ഥ. ഈയൊരു യാത്രയിൽ നമുക്ക് പ്രിയ എന്നൊരാളെ കൂടെ കൂട്ടാം. AI വന്നതിന് ശേഷം പ്രിയയുടെ ഒരു ഡിന്നർ എക്സ്പീരിയൻസ് എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം. പ്രിയ റെസ്റ്റോറൻറ്റിലേക്ക് കയറുമ്പോഴേ അവിടുത്തെ സിസ്റ്റത്തിന് കാര്യം പിടികിട്ടി. പ്രിയയ്ക്ക് എരിവ് കുറഞ്ഞ, എണ്ണ അധികം വേണ്ടാത്ത കേരള സ്റ്റൈൽ വിഭവങ്ങളാണ് താൽപ്പര്യമെന്ന്. ഉടനെ തന്നെ പ്രിയയുടെ ഫോണിൽ തെളിയുന്ന മെനു അവൾക്കിഷ്ടമുള്ള വിഭവങ്ങൾ മാത്രം ഹൈലൈറ്റ് ചെയ്ത് കാണിക്കും. അടുക്കളയിലാണെങ്കിലോ പ്രിയയുടെ ഹെൽത്ത് ഡേറ്റ വെച്ചിട്ട് അവൾക്ക് ഏറ്റവും യോജിച്ച രീതിയിൽ ഒരു വിഭവം തയ്യാറാക്കുന്നു. അതിലും രസമെന്താണെന്നോ, പ്രിയയുടെ സ്മാർട്ട് വാച്ചിലെ ഡേറ്റ നോക്കിയിട്ട് അവൾക്ക് ചെറിയൊരു ക്ഷീണമുണ്ടെന്ന് AIക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഒരുപക്ഷേ ഒരു ലൈറ്റ് സൂപ്പ് സജസ്റ്റ് ചെയ്തെന്നിരിക്കും. അപ്പോൾ സംഭവം വെറും ഇഷ്ടങ്ങൾ മാത്രമല്ല, അതിലും എത്രയോ ആഴത്തിലുള്ള പേഴ്സണലൈസേഷനാണ് ഇവിടെ നടക്കുന്നത്. നിങ്ങളുടെ അലർജികൾ, ഡയറ്റ് ഗോൾസ്, ഇതിനുമുമ്പ് ഓർഡർ ചെയ്ത വിഭവങ്ങൾ, നിങ്ങളുടെ മൂഡ്, എന്തിന് നിങ്ങളുടെ വയറ്റിലെ ഗട്ട് മൈക്രോബയോമിൻ്റെ അവസ്ഥ വരെ AIക്ക് വിശകലനം ചെയ്യാനാകും. ഈ ഡാറ്റയ്ക്ക് വെച്ചിട്ട് നിങ്ങൾക്ക് ഏറ്റവും നല്ല രുചിയും ആരോഗ്യവും തരുന്ന കോമ്പിനേഷൻ ഏതാണെന്ന് കണ്ടെത്താൻ അതിന് കഴിയും. അതാണ് ശരിക്കും ബുദ്ധിയുള്ള രുചി. ഓക്കെ, അപ്പോൾ കസ്റ്റമറുടെ കാര്യം നമ്മൾ കണ്ടു. ഇനി നമുക്ക് കർട്ടന് പിന്നിലേക്കൊന്ന് പോകാം. അതായത് ഒരു റെസ്റ്റോറൻറ്റിൻ്റെ ഉള്ളിൽ AI എങ്ങനെയാണ് ഒരു വിപ്ലവം ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇവിടെയുള്ള വ്യത്യാസം വളരെ വലുതാണ്. പണ്ടൊക്കെ എങ്ങനെയായിരുന്നു? എല്ലാം ഒരു ഊഹക്കച്ചവടമാണ്. എത്ര ചിക്കൻ വേണം, എത്ര മീൻ വേണം എന്നൊക്കെ ഏകദേശം കണക്ക് കൂട്ടും. പക്ഷേ AI വന്നാൽ അത് കാലാവസ്ഥാ പ്രവചനം, നാട്ടിലെ ഉത്സവങ്ങൾ, സോഷ്യൽ മീഡിയ ട്രെൻഡുകളൊക്കെ നോക്കും. ഉദാഹരണത്തിന്, നാളെ കനത്ത മഴയാണെങ്കിൽ സൂപ്പിന്റെ സ്റ്റോക്ക് കൂട്ടിവെക്കും. ഇനി IPL ഫൈനലാണെങ്കിൽ സ്നാക്സ് കൂടുതൽ ഓർഡർ വരുമെന്ന് മുൻകൂട്ടി കാണും. അടുക്കളയുടെ ഉള്ളിലും മാറ്റങ്ങൾ വരും കേട്ടോ. പച്ചക്കറി കൃത്യമായ അളവിൽ മുറിക്കുന്നതിനും ഓരോ വിഭവത്തിനും വേണ്ട കറക്റ്റ് ചൂട് നിയന്ത്രിക്കുന്നതിനും AIക്ക് സഹായിക്കാൻ പറ്റും. പിന്നെ ഫാമിൽ നിന്ന് നേരിട്ട് സാധനങ്ങൾ റെസ്റ്റോറൻറ്റിൽ എത്തുന്നതോടെ ഇടനിലക്കാരും വേസ്റ്റും കുറയും. മാത്രമല്ല, ചെറിയ ഓട്ടോമേറ്റഡ് ക്ലൗഡ് കിച്ചനുകൾ എല്ലായിടത്തും വരും. ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ എല്ലാവർക്കും തോന്നുന്ന ഒരു പ്രധാന സംശയമുണ്ട്: നമ്മുടെയൊക്കെ ജോലി പോകുമോ? എന്നാൽ ഇവിടെ സംഭവിക്കാൻ പോകുന്നത് ജോലികളുടെ ഒരു പരിണാമമാണ്, അല്ലാതെ ജോലികൾ ഇല്ലാതാവുകയല്ല ചെയ്യുന്നത്. സത്യത്തിൽ ഈ പുതിയ ടെക്നോളജി ഭക്ഷണരംഗത്ത് എത്ര പുതിയ തരം തൊഴിലവസരങ്ങളുണ്ടാക്കുന്നുണ്ടെന്നറിയാമോ? 6 പുതിയ കരിയർ പാതകളാണ് തുറന്നുവരുന്നത്. നമുക്ക് നോക്കാം ഏതൊക്കെയാണെന്ന്. ഒന്നാമത്തേത് AI കുലിനറി സിസ്റ്റം ഡിസൈനർ. ഇതൊരു ക്രിയേറ്റീവ് ജോലിയാണ്. അതായത് വലിയ റെസ്റ്റോറന്റ് ശൃംഖലകൾക്ക് വേണ്ടി ഇൻവെന്ററി മുതൽ കസ്റ്റമർ ഫീഡ്ബാക്ക് വരെ മാനേജ് ചെയ്യുന്ന ഒരു സമ്പൂർണ്ണ AI സിസ്റ്റം ഡിസൈൻ ചെയ്യുന്ന ആളാണിവർ. രണ്ടാമത്തേത് റെസ്റ്റോറന്റ് ഓട്ടോമേഷൻ കൺസൾട്ടന്റ്. ഇവർ ടെക്നിക്കൽ എക്സ്പേർട്സ് ആണ്. ഒരു റെസ്റ്റോറൻറ്റിലെ ബില്ലിംഗ്, സ്റ്റോക്ക് തുടങ്ങിയ കാര്യങ്ങൾ നോക്കുന്ന സോഫ്റ്റ്വെയറുകളെ പുതിയ AI സിസ്റ്റങ്ങളുമായി ബന്ധിപ്പിക്കാൻ സഹായിക്കുന്നവരാണിവർ. മൂന്നാമത്തേത് ഫുഡ് ഡാറ്റ അനലിസ്റ്റ്. ഇവർ ഭക്ഷണരംഗത്തെ ഡാറ്റ സയന്റിസ്റ്റുകളാണ്. ആളുകളുടെ രുചിയിലുണ്ടാകുന്ന മാറ്റങ്ങൾ, ഏതൊക്കെ ഫുഡാണിപ്പോൾ ട്രെൻഡിംഗ് എന്നൊക്കെ വിശകലനം ചെയ്ത് റെസ്റ്റോറൻറ്റുകൾക്ക് വിലപ്പെട്ട വിവരങ്ങൾ നൽകുന്നവർ. നാലാമത്തെ റോൾ കുറച്ച് ഫ്യൂച്ചറിസ്റ്റിക് ആണ്. AI ന്യൂട്രീഷൻ പേഴ്സണലൈസേഷൻ എക്സ്പേർട്ട്. അതായത് ഒരാളുടെ മെഡിക്കൽ ഡാറ്റയും ഫിറ്റ്നസ് ഡാറ്റയും ഒക്കെ നോക്കിയിട്ട് അവർക്ക് വേണ്ട പോഷകങ്ങളടങ്ങിയ രുചികരമായ ഭക്ഷണം ഡിസൈൻ ചെയ്യാൻ ഷെഫുകളെ സഹായിക്കുന്നവർ. അഞ്ചാമത്തത് AI എനേബിൾഡ് ഫ്രാഞ്ചൈസി ഓപ്റ്റിമൈസർ. ഒരു സ്മാർട്ട് റെസ്റ്റോറന്റ് വിജയിച്ചാൽ ആ മോഡൽ മറ്റു ബ്രാഞ്ചുകളിലേക്കും വ്യാപിപ്പിക്കണമല്ലോ. അതിന് സഹായിക്കുന്ന ബിസിനസ്സും ടെക്നോളജിയും ഒരുപോലെ അറിയാവുന്ന ആളുകളാണിവർ. അവസാനമായി ഫുഡ് എക്സ്പീരിയൻസ് ടെക്നോളജിസ്റ്റ്.
ഭക്ഷണം കഴിക്കുന്നത് വെറുമൊരു വിശപ്പടക്കലല്ലോ, അതൊരു അനുഭവമല്ലേ? ആ അനുഭവത്തെ എങ്ങനെ ഗംഭീരമാക്കാമെന്ന് ചിന്തിക്കുന്നവർ, ലൈറ്റിംഗ്, സംഗീതം, സർവീസ് എല്ലാം AI വെച്ചൊരു സിനിമ പോലെ മനോഹരമാക്കുന്നവർ. അപ്പൊ കണ്ടില്ലേ, ഈ പുതിയ റോളുകളൊക്കെ കാണിക്കുന്നത് എന്താണ്? AI മനുഷ്യന്റെ കഴിവുകളെ ഇല്ലാതാക്കുകയല്ല, പകരം നമുക്ക് പുതിയ കഴിവുകൾ നേടാനും വളരാനുമുള്ള പുതിയ അവസരങ്ങൾ തുറന്നു തരികയാണ് ചെയ്യുന്നത്. നമ്മൾ ഇത്രയും നേരം ടെക്നോളജിയെക്കുറിച്ച് സംസാരിച്ചു. ഇനി നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് വരാം. ഈ സാങ്കേതിക വിദ്യയൊക്കെ ഒരു ഉപകരണം മാത്രമാണ്. അതൊരിക്കലും നമ്മുടെ സംസ്കാരത്തിന് പകരമാവില്ല. ഒന്ന് ചിന്തിച്ചു നോക്കൂ. കാര്യക്ഷമത കൂട്ടുക, ചെലവ് കുറയ്ക്കുക, ഓരോരുത്തർക്കും വേണ്ട ഭക്ഷണം നൽകുക, ഫുഡ് സേഫ്റ്റി ഉറപ്പാക്കുക, മാലിന്യം കുറയ്ക്കുക, ഇങ്ങനെയുള്ള ലോജിക്കലായ കാര്യങ്ങളിലെല്ലാം AI വലിയ മുന്നേറ്റങ്ങൾ കൊണ്ടുവരും, ഉറപ്പാണ്. പക്ഷേ AIക്ക് ഒരിക്കലും ഒരു കാലത്തും തൊടാൻ പോലും പറ്റാത്ത ചില കാര്യങ്ങളുണ്ട്. നമ്മുടെ അമ്മമ്മ സ്നേഹത്തോടെ ഉണ്ടാക്കിത്തരുന്ന ബിരിയാണിയുടെ രുചി, അമ്പലത്തിൽ നിന്ന് കിട്ടുന്ന പ്രസാദത്തിന്റെ ആ ഒരു ഫീല്, സദ്യയും പെരുന്നാളുമൊക്കെയായി ബന്ധപ്പെട്ട നമ്മുടെ ആചാരങ്ങൾ, കൂട്ടുകാരുമായി ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോഴുള്ള സന്തോഷം, ഇവയൊന്നും ഒരു അൽഗോരിതത്തിനും ഉണ്ടാക്കാൻ കഴിയില്ല. അപ്പോൾ ഭക്ഷണത്തിന്റെ ഭാവി എന്ന് പറയുന്നത് മനുഷ്യനും മെഷീനും തമ്മിലുള്ള ഒരു യുദ്ധമേ അല്ല, അതൊരു കിടിലൻ പാർട്ട്ണർഷിപ്പാണ്. കാര്യക്ഷമതയും കൃത്യതയും AI നോക്കിക്കോളും, സ്നേഹവും സംസ്കാരവും സർഗാത്മകതയും നമ്മൾ നൽകും. ഈ ഒരു പുതിയ രുചിക്കൂട്ട് ആസ്വദിക്കാൻ നിങ്ങൾ തയ്യാറാണോ? ഒന്ന് ചിന്തിച്ചു നോക്കൂ.